സുനിത വില്യംസ് അവിടെ വന്നു എന്നും അവർ 2 വാക്ക് ലോകത്തെ കുറിച്ച് സംസാരിച്ചു എന്നതുമാണ് ആ ഫെസ്റ്റിവൽ ലോകം ശ്രദ്ധിക്കുവാനുള്ള ഏക കാരണമായി മാറിയത്. അല്ലെങ്കിൽ അതൊരു നാടിന്റെ പ്രോഗ്രാമായി അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ പ്രോഗ്രാമായി അത് മാറിയേനെ, കുറഞ്ഞേനെ. സുനിത വില്യംസ് പറഞ്ഞ കാര്യം ഇതാണ്: 10 മാസം ബഹിരാകാശത്ത് താമസിച്ച് അവർ പറഞ്ഞു, മുകളിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഇവിടെ മനുഷ്യർ അധിവസിക്കുന്ന, മൃഗങ്ങൾ അധിവസിക്കുന്ന, മത്സ്യങ്ങൾ അധിവസിക്കുന്ന ഒരിടമായിട്ട്, ഒരൊറ്റ ഇടമായിട്ടാണ് ഭൂമിയെ കാണാനാവും. മുകളിൽ നിന്ന് താഴേക്ക് ഭൂമിയെ നോക്കുമ്പോൾ മനുഷ്യർ ഒരുമിച്ച് വസിക്കുന്ന ഒരിടമായിട്ട്, മനുഷ്യർ വസിക്കുന്ന ഒരിടമായിട്ട് മാത്രമേ ഈ ഭൂമിയെ കാണാൻ സാധ്യമാവൂ. എന്നാൽ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ച് അവർ സ്വന്തം വീടിനെ കാണും, അയൽപക്ക വീടിനെ കാണും, അതിനപ്പുറത്തേക്ക് സ്വന്തം പഞ്ചായത്തിനെ കാണും, അടുത്തതായി സ്വന്തം ജില്ലയെ കാണും, സംസ്ഥാനത്തെ കാണും, രാജ്യത്തെ കാണും, വൻകരകളെ കാണും. അങ്ങനെ വളരെ വ്യത്യസ്തതകളെ കാണുമ്പോൾ മുകളിൽ നിന്ന് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇതെല്ലാം ഒന്നായി കാണുന്നു. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ ഇതുപോലൊരു കാര്യമുണ്ട്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 28 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ കാണും, യഹൂദരെ കുറിച്ച്, ഗ്രീക്കുകാരെ കുറിച്ച്, സ്വതന്ത്രൻ, അടിമകൾ, പുരുഷൻ, സ്ത്രീ എന്നിവരെ കുറിച്ചൊക്കെ ആ കാലഘട്ടത്തിൽ ലോകത്തിനൊരു ചിന്തയുണ്ടായിരുന്നു. യഹൂദർ എന്ന് പറഞ്ഞാൽ യാഹ്വയെ മാത്രം ആരാധിക്കുന്ന ഒരു ദൈവജനം. ഗ്രീക്കുകാർ എന്ന് പറഞ്ഞാൽ സ്യൂസിനെയും അപ്പോളോസിനെയും അഥീനയെയും ഒക്കെ പല നൂറുകണക്കിന് ദേവന്മാരിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹം, വിശ്വാസ സമൂഹം. അടിമകളായിട്ടുള്ള കുറെ പേർ, സ്വതന്ത്രരായി ജീവിക്കുന്ന വേറെ കുറെ പേർ, പുരുഷന്മാർക്ക് പ്രാതിനിധ്യം മാത്രമുള്ള കുറെ പേർ, സ്ത്രീകളെ അവഗണിക്കുന്ന വേറൊരു പ്രദേശം. എന്നാൽ യേശുവിന്റെ കണ്ണിലൂടെ യേശു പറയുകയാണ്, യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല, എല്ലാവരും ഒന്നാണ്. മുകളിൽ നിന്ന് നോക്കുന്നവരെല്ലാം ഒരുമയിൽ കാണുന്നു, താഴെ നിന്ന് നോക്കുന്നവരെല്ലാം വ്യത്യസ്തതകൾ കാണുന്നു. ഇവിടെയാണ് ഈ ദിയാക്കോണിയയുടെയും ഈ ഇടവകയുടെ പ്രസക്തി. ദിയാക്കോണിയ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇടവക കുടുംബത്തിന്റെയും സഹകരണത്തോടുകൂടെ മാത്രം ഇവിടെ പുലർന്നു പോകുന്ന സംഘടനകളുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മകളാണ് അഗതി മന്ദിരത്തിലേക്ക് നമ്മൾ സന്ദർശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വ്യത്യസ്തതകളെയല്ല, ഒന്നിക്കൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഒരു അഗതി മന്ദിരത്തിൽ ചെന്നാൽ നമ്മുടെ അഗതി മന്ദിരത്തിൽ തന്നെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ ജീവിച്ചവർ ഈ പ്രിയപ്പെട്ട അഗതി മന്ദിരത്തിലുണ്ട്. അവിടെ വ്യത്യസ്തതകളില്ല, ഒരുമയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഒരുമയിൽ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. ഈ 27ാം വാർഷികം ഈ ഇടവകയുടെ ആഘോഷിക്കുമ്പോൾ, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഉയർന്ന ചിന്തയോടുകൂടി മുകളിൽ നിന്ന് കൂടി നോക്കുവാൻ, കുറച്ചുകൂടി ഉയർന്ന് ചിന്തിക്കുവാൻ, കുറച്ചുകൂടി ഉയർന്ന ബോധ്യത്തോടെയും കാഴ്ചയോടും കാഴ്ചപ്പാടുകളോടുകൂടി ജീവിക്കുവാൻ നമുക്ക് പ്രേരണ